ഗുഡ് ഈവനിംഗ്. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നിയമലംഘകരായ വിദേശികളെ നാടുകടത്താൻ സൗദിയിൽ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരുന്നു. നാടുകടത്തൽ നടപടിക്രമങ്ങൾ സുതാര്യമാക്കുകയാണ് ലക്ഷ്യം. ഇതിനു പുറമെ യാത്രാ നടപടികൾക്കായുള്ള വിമാനത്താവളങ്ങളിൽ സ്മാർട്ട് ട്രാക്ക് സംവിധാനം വിപുലമാക്കും. പ്രധാനമായും 2 പദ്ധതികളാണ് സൗദി ജനറൽ പാസ്പോർട്ട് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. സൗദിയിൽ നിന്ന് നിയമലംഘകരായ വിദേശികളെ നാടുകടത്തുന്ന നടപടികൾ കാര്യക്ഷമമാക്കുന്നതും വിമാനത്താവളങ്ങളിലെ യാത്രാ നടപടികൾ വേഗത്തിലാക്കുന്നതുമാണ് പദ്ധതികൾ. ജവാസാത്തിന്റെ ആക്ടിംഗ് ഡയറക്ടർ ജനറലായ സാലിഹൽ മുറബയാണ് പ്രഖ്യാപനം നടത്തിയത്. ഇതുപ്രകാരം നിയമലംഘകരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾക്കായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിക്കും. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരെയും അതിർത്തി സുരക്ഷാ നിയമലംഘകരെയും നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുക എന്നതാണ് ഈ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നത്. നാടുകടത്തൽ നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലും ലളിതവുമാക്കാൻ ഇത് സഹായിക്കും. യാത്രാ നടപടികൾക്കായുള്ള സ്മാർട്ട് ട്രാക്കാണ് രണ്ടാമത്തെ പദ്ധതി. വിമാനത്താവളങ്ങളിലും മറ്റും യാത്രക്കാർക്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഇല്ലാതെ അതിവേഗം കടന്നുപോകാൻ സാധിക്കുന്ന സ്മാർട്ട് പാത ഉടൻ നിലവിൽ വരുമെന്നും സാലിഹൽ മുറബ അറിയിച്ചു. യാത്രക്കാരെ തിരിച്ചറിയുന്നതിനും അവരുടെ രേഖകൾ പരിശോധിക്കുന്നതിനും സ്മാർട്ട് ക്യാമറകൾ ഉപയോഗിക്കും. ഒരേ സമയം 35 യാത്രക്കാരെ വരെ പരിശോധിച്ച് യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ ഈ ക്യാമറകൾക്ക് കഴിയും. ഇതിലൂടെ പാസ്പോർട്ട് കൗണ്ടറുകളിലെ തിരക്ക് കുറയ്ക്കാനാകും. സൗദിയുടെ എല്ലാ അതിർത്തികളിലും പൂർണ്ണമായും സ്മാർട്ട് കവാടങ്ങൾ സ്ഥാപിക്കാനാണ് നീക്കം. സൗദി വിഷൻ 2030 പ്രകാരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. ജലീൽ കണമകലം, 24 ജിദ്ദ. റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ ദേശഭക്തി ഗാനം വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആചരിച്ചു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെയും പ്രതീകമായ വന്ദേ മാതരം എന്ന അനശ്വര ദേശഭക്തി ഗാനത്തിന്റെ 150-ാം വാർഷികമാണ് കഴിഞ്ഞ ദിവസം ആചരിച്ചത്. റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ വന്ദേ മാതരം ആലപിച്ചു. എംബസി ഉദ്യോഗസ്ഥരും ഗാനം ഏറ്റുപാടി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ആവേശം പകരുന്നതിനും ദേശഭക്തിയുടെ ചൈതന്യം പുതുതലമുറയിലേക്ക് പകരുന്നതിനും വന്ദേ മാതരം എന്ന ഗാനം വഹിച്ച മഹത്തായ പങ്കിനെ പരിപാടിയിൽ വിലയിരുത്തി. ഗാനത്തിന്റെ ചരിത്ര പ്രാധാന്യവും ദേശീയ പൈതൃകവും സംബന്ധിച്ച സന്ദേശങ്ങളും ചടങ്ങിൽ അവതരിപ്പിച്ചു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS ചുമതലയേൽക്കും. ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ശബരിമല മുൻ സ്പെഷ്യൽ ഓഫീസർ കൂടിയായ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിൽ നിയമിക്കാൻ തീരുമാനിച്ചത്. 24 പുറത്തുവിട്ട വാർത്തയോട് പ്രതികരിച്ച കെ ജയകുമാർ ചുമതല സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചു. വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത കാട്ടുമെന്നും കെ ജയകുമാർ IAS 24നോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണമോഷണ വിവാദ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കാൻ ആരെന്ന CPIMന്റെ അന്വേഷണം എത്തിനിന്നത് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിലായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദേവസ്വം മന്ത്രി VN വാസവൻ മുന്നോട്ടുവച്ച പേര് എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു. കുവൈറ്റ് പര്യടനം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങി പരസ്യമാക്കാനായിരുന്നു തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പേ കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകുമെന്ന വിവരം 24 പുറത്തുവിട്ടു. മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം നിയമന ഉത്തരവ് പുറത്തിറങ്ങും. പുതിയ ചുമതല സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് കെ ജയകുമാർ 24നോട് പറഞ്ഞു. പേര് പരിഗണിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെ തീരുമാനം വരികയാണെങ്കിൽ ഞാനത് ചുമതല ഏൽക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാവുന്നുള്ളൊരു മേഖലയാണത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായിരിക്കും പ്രാമുഖ്യം നൽകുകയെന്ന് കെ ജയകുമാർ അറിയിച്ചു. വിവാദങ്ങളെ വെല്ലുവിളിയായി കാണുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിവാദങ്ങളും അന്വേഷണമൊക്കെ അതിൻ്റെ നേരായ വഴി കൂടെ പോയിക്കോളും. നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിലെടുത്ത് മുമ്പോട്ട് പോകണമെന്നേ ഉള്ളൂ. അതിലൊന്നും എനിക്ക് വലിയ ആശങ്കയൊന്നുമില്ല. തീർത്ഥാടനം ഭംഗിയായി അപകടരഹിതമായിട്ടൊക്കെ നടക്കണം. നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും അംഗം അജികുമാറിന്റെയും കാലാവധി ഈ മാസം 12-ന് അവസാനിക്കുകയാണ്. പ്രത്യേക ഓർഡിനൻസ് വഴി കാലാവധി നീട്ടി നൽകാൻ ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും സ്വർണ്ണപ്പാളി വിവാദമാണ് അതിനെ തകിടം മറിച്ചത്. ഈ മാസം 13-ന്
കെ ജയകുമാർ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കും. തൃശൂരിൽ നിന്നും സൂരജ് സജിക്കൊപ്പം ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവും സുധീഷ് കുമാറും SIT കസ്റ്റഡിയിൽ. റാന്നി കോടതിയിൽ ഹാജരാക്കിയ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിന്റെയും സെക്രട്ടറി ജയശ്രീയുടെയും അറസ്റ്റ് ഉടനുണ്ടാകും. യഥാർത്ഥ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന ആരോപണം പ്രതിപക്ഷം ആവർത്തിച്ചു. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ അടുത്ത തിങ്കളാഴ്ച വരെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അടുത്ത ബുധനാഴ്ച വരെയുമാണ് കോടതി SIT കസ്റ്റഡിയിൽ വിട്ടത്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 21 വരെയാണ് കസ്റ്റഡി. അധികം വൈകാതെ KS ബൈജുവിനായി SIT കസ്റ്റഡി അപേക്ഷ നൽകും. മുരാരി ബാബു റാന്നി മാജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 12ലേക്ക് മാറ്റി. SIT കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിലാണ് കോടതി നടപടി. സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. സന്നിധാനത്ത് കൊണ്ടുപോയി 3 പ്രതികളുമായി തെളിവെടുപ്പ് നടത്താനും ആലോചനയുണ്ട്. അതേസമയം സർക്കാർ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം. എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. വാസുവിൽ എത്തിച്ചേരുന്ന കൃത്യമായ കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. അവിടെയാണ് സംശയം വരുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. അധികം വൈകാതെ അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് വിവരം. 24 പത്തനംതിട്ട. തിരുവനന്തപുരം നഗരത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകി. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകൾ ഉണ്ടാകും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം നിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിന്റെ ആദ്യഘട്ട അലൈൻമെന്റിനാണ് സർക്കാർ അംഗീകാരം നൽകിയത്. പാപ്പനംകോട് നിന്നാരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി, വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ് എന്നിവ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടും. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകളും അതിൽ 3 ഇന്റർചേഞ്ച് സ്റ്റേഷനുകളും ഉണ്ടാകും. മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല നേരത്തെ തന്നെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്തിന്റെ ഭാവി വികസനത്തിന് മെട്രോ റെയിൽ പദ്ധതി ഗതിവേഗം പകരുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ആരോഗ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ വേണു അനുഭവിച്ച ദുരിതം ഭാര്യ സിന്ധു 24നോട് കണ്ണീരോടെ വിവരിച്ചു. എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകിയെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വാദം. ഇവിടുത്തെ സിസ്റ്റർമാരായാലും ആരായാലും നായ്ക്കളെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും പേഷ്യൻസിനെ നോക്കുന്നില്ല. സർക്കാർ അതായത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം യൂസ് ചെയ്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നു. പക്ഷേ അവരുടെ വിചാരം അവർ എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിലാണ് പേഷ്യൻസിനെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ തലവേദനയ്ക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് പോലും മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയില്ല. വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴും മരുന്ന് ലഭിച്ചില്ല. അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് കാർഡിയോളജി ഡോക്ടർമാർ വേണുവിനെ കണ്ടതെന്നും ഭാര്യ സിന്ധു. എന്നാൽ പിഴവില്ലെന്ന് ആവർത്തിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ. കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പിന്റെ വിശദീകരണം ഇങ്ങനെ: ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ. വേണുവിന്റെ മരണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വേണുവിന്റെ വീട് സന്ദർശിച്ചു. സബ് കമ്മിറ്റി രൂപീകരിച്ച് വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. 24 കൊല്ലം. തെരുവുനായ ആക്രമണത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ 2 മാസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്നാണ് ഉത്തരവ്. പിടികൂടുന്ന തെരുവുനായ്ക്കളെ വന്ധ്യംകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശം. കേരളത്തിൽ നടന്ന തെരുവുനായ ആക്രമണങ്ങളെക്കുറിച്ചും സുപ്രീംകോടതി ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. തെരുവുനായ്ക്കളെ മുഴുവൻ മാറ്റുക എന്നത് പ്രായോഗികമല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. ആശുപത്രികൾ, സ്കൂളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതുയിടങ്ങളിൽ നിന്ന് തെരുവുനായകളെ മാറ്റണമെന്നതാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിർദ്ദേശം. പിടികൂടുന്ന തെരുവുനായകളെ വന്ധ്യംകരണത്തിന് ശേഷം ഷെൽട്ടറിൽ പാർപ്പിക്കണം. പിടികൂടുന്ന സ്ഥലത്ത് വീണ്ടും തുറന്നുവിടരുത്.
പൊതുവിടങ്ങളിൽ തെരുവ് നായകളുടെ പ്രവേശനം തടയാൻ പ്രത്യേക വേലികൾ നിർമ്മിക്കണം. ഇതിനായുള്ള നടപടികൾ 8 ആഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി. ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ നടപടികൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അല്ലാത്തപക്ഷം ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ്. കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത തെരുവുനായ ആക്രമണങ്ങളും സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പരാമർശിക്കുന്നു. തെരുവുനായ്ക്കളെ മുഴുവൻ മാറ്റുക എന്നത് പ്രായോഗികമല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം. രാജേഷ് പ്രതികരിച്ചു. എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക? ഇപ്പോൾ കേരളം നേരിടുന്നൊരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനമാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ തന്നെ ഭൂമി കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കളെക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. തെരുവ് നായ്ക്കളെ മുഴുവൻ മാറ്റണമെന്ന നിർദ്ദേശം വന്നാൽ അപ്പോൾ മറുപടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തെരുവുനായ കേസിലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഏറെ ശ്രമകരമായ ദൗത്യം കൂടിയാണ്. ആർ അച്യുതൻ, 24, ഡൽഹി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാൻ BJP സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം. പഞ്ചായത്തുകളിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട എത്ര പേരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന സർക്കുലർ BJP കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃത്വം പുറത്തിറക്കി. സർക്കുലറിനെതിരെ UDF-ഉം LDF-ഉം രംഗത്ത് വന്നു. BJP ക്രൈസ്തവരെ മത്സരിപ്പിച്ചാൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. BJP സംസ്ഥാന ഘടകം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നത് എന്നാണ് സർക്കുലറിന്റെ ഉള്ളടക്കം. BJP കണ്ണൂർ നോർത്ത് പ്രസിഡന്റ് KK വിനോദ് കുമാർ ഇറക്കിയ സർക്കുലറിൽ പഞ്ചായത്തുകളിലേക്ക് വേണ്ട ക്രൈസ്തവരുടെ കണക്കുമുണ്ട്. സർക്കുലറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. സർക്കുലറിനെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നു. പരാജയഭീതിയിൽ BJP എന്തും ചെയ്യുമെന്നും മതേതരത്വത്തിന് കേരളത്തിൽ ശക്തിയാർജിച്ചതോടെ ക്രിസ്ത്യാനികളെ പിടിക്കാനാണ് ശ്രമമെന്നും ശിവൻകുട്ടി പറഞ്ഞു. പരാജയഭീതി പൂണ്ട BJP എന്തും ചെയ്യും. മതേതരത്വത്തിന് കേരളത്തിൽ ശക്തി പ്രാപിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനികളെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. സർക്കുലറിനെ പരിഹസിച്ച KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് BJPക്ക് ഭയാശങ്കയുള്ളതിനാലാണ് ഇത്തരം നടപടികളെന്ന് വിമർശിച്ചു. അവർക്ക് ചില ഭയാശങ്കകളുണ്ടാവും, അതുകൊണ്ടായിരിക്കും ലഡുവിലെ മുന്തിരിങ്ങ പോലെ ആരെയെങ്കിലും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ചോദ്യം. അങ്ങനെ ഒരു സർക്കുലർ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. എല്ലാ സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് ന്യൂനപക്ഷത്തിന് കൊടുക്കാത്തത്? നിങ്ങൾ എന്തൊരു ഇരട്ടത്താപ്പാണ്. ഞങ്ങൾ ന്യൂനപക്ഷത്തിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേവലാതി, കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറയും കൊടുക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് 24. വയനാട് മുള്ളൻകൊല്ലിയിൽ മകൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് അച്ഛനെ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയെന്ന് പരാതി. മുള്ളൻകൊല്ലി 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CR വിഷ്ണുവിന്റെ പിതാവ് രാജനെയാണ് ജോലിയിൽ നിന്ന് INTUC നേതാക്കൾ വിലക്കിയത്. സംഘടനാപരമായ നടപടി മാത്രമാണെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഇന്നു രാവിലെ പുൽപ്പള്ളി ആടിക്കൊല്ലിയിൽ മരം കയറ്റാൻ എത്തിയതായിരുന്നു INTUC തൊഴിലാളിയായ രാജൻ. ജോലിക്ക് കയറേണ്ടതില്ലെന്ന് INTUC നേതാക്കൾ പറഞ്ഞതായി രാജൻ വ്യക്തമാക്കി. SFI നേതാവായ മകൻ വിഷ്ണു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുകൊണ്ടാകാം തന്നെ ജോലിയിൽ നിന്ന് വിലക്കിയതെന്നാണ് രാജന്റെ ആരോപണം. താൻ 22 വർഷമായി INTUC പ്രവർത്തകനാണ്. ഇന്നാളെ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മണിയേട്ടൻ എന്നോട് സൂചിപ്പിച്ചു ഇങ്ങനെ മത്സരിക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ മത്സരിക്കണമെന്നൊക്കെ അവർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞു. അന്നേരം അവനോട് നിൽക്കേണ്ടെന്ന് പറ, നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ദോഷം ചെയ്യും എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ അങ്ങനെ സൂചിപ്പിച്ചിരുന്നു. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പട്ടാണിക്കുപ്പ് 18-ാം വാർഡിലാണ് വിഷ്ണു CPIM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഞാൻ SFIയിൽ പ്രവർത്തിച്ചിട്ടാണ് ഈ നാട്ടിൽ എല്ലാ പ്രവർത്തനത്തിലും ഇടപെട്ടിട്ടാണ് എന്നെ, അതുകൊണ്ടാണ് പാർട്ടി പ്രാവശ്യം 18-ാം വാർഡ് പട്ടാണിക്കുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടത്. അതിൽ ലീഗുകാരടക്കമുള്ള ആളുകൾ ഒരു പ്രശ്നം കൊണ്ടാണ് നിലവിൽ അച്ഛനെ ഭീഷണിപ്പെടുന്നത്. 2 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ മത്സരിക്കുവാണെങ്കിൽ പണിക്ക് പോകണ്ട, ഇല്ലെങ്കിൽ ഞാൻ മത്സരിക്കരുത്, സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ. തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയ രാജനെ CPIM സംരക്ഷിക്കുമെന്ന് പുൽപ്പള്ളി ഏരിയ സെക്രട്ടറി ബൈജു നമ്പിക്കൊല്ലി വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങൾ വിലയിരുത്തും. ഇത് അവിടുത്തെ ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ സമ്മർദ്ദം കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും CPM ഈ ജോലി INTUCയിൽ നിന്ന് ഒഴിവാക്കിയാലും CPM അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. സംഘടനാപരമായ നടപടിയാണ് കൈക്കൊണ്ടതെന്നും ഏതാനും നാളുകളായി രാജൻ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നുമാണ് INTUC ജില്ലാ സെക്രട്ടറി മണി പാമ്പനാലിന്റെ പ്രതികരണം. 24 വയനാട്.
തൃശൂർ ചേലക്കരയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ജനവാസ മേഖലയിലാണ് ഭീതി വരുത്തി വീണ്ടും കാട്ടാനകൾ ഇറങ്ങിയത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി പ്രദേശത്തിറങ്ങിയ കാട്ടാനകളാണ് വ്യാപകമായി കൃഷിനാശം വരുത്തിയത്. തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി പുലിയത്ത് രാജനുണ്ണിയുടെ റബ്ബർ തോട്ടത്തിലുള്ള വലിയ തെങ്ങുകളും ഈറൻപനകളും കാട്ടാന കടപുഴക്കി. തൊട്ടടുത്തുള്ള ഒട്ടുപാറക്കൽ രാജന്റെയും അള്ളന്നൂർ യൂസഫിന്റെയും പറമ്പിലെ നിരവധി റബ്ബർ മരങ്ങളും നശിപ്പിച്ചു. മനപ്പടിക്കൽ സുരേന്ദ്രൻ എന്നയാളുടെ വീട്ടുവളപ്പിലെ നിരവധി വാഴക്കന്നുകളും കുലച്ച വാഴകളും കവുങ്ങുകളും കവുങ്ങിൻ തൈകളും കാട്ടാനകൾ നശിപ്പിച്ച നിലയിലാണ്. ആനയുടെ ശല്യം കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. കുട്ടികൾക്ക് വരെ സ്കൂളിൽ പോകാനും വരാനും ഒന്നിനും പറ്റണില്ല. ഇത് നിരന്തരം അങ്ങനെ വന്നുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും വാഴകൾ ഇപ്പോൾ വെച്ച വാഴകളാണ്. വലിയ ചിലവ് ചെയ്തിട്ട് വെച്ചതാണ്. കൂലിച്ചെലവ് ഭയങ്കര ഇതാണ്. ഇപ്പോൾ കാട്ടാനകൾ ഇറങ്ങുന്നത് നിത്യസംഭവമായതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ്. ഈ മരങ്ങളൊക്കെ ഒടിച്ചിടുന്നതും മരങ്ങൾ വീഴുന്നതും പിന്നെ വാഴ ഇങ്ങനെ ഒടിച്ച് ചവിട്ടി വലിച്ച് ചെയ്യുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ എന്താ ആനവും വെച്ച് നോക്കിയതാണ്. പുറത്തിറങ്ങാനും പറ്റില്ല. പിന്നെ മുതലുകളൊക്കെ നശിക്കുക. രണ്ട് തെങ്ങ് 2 ഈറമ്പന അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെട്ടണമെങ്കിൽ തന്നെ ആൾ വരാൻ സമ്മതിക്കുന്നില്ല. നേരം വിളിച്ചായിട്ടും കൂടി വരാൻ പേടിയായിട്ട്. ഞങ്ങൾ രാത്രി 2:30 മണിക്കൊക്കെ കയറി റബ്ബർ വെട്ടുന്ന തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ശല്യമാണ് ആനയെ കൊണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ജനവാസ മേഖലയിൽ നിന്ന് ആനയെ തുരത്താൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 തൃശൂർ. പാലക്കാട്ടെ കർഷകർക്ക് പകുതി ആശ്വാസം. ജില്ലയിലെ വിവിധ മേഖലകളിൽ നെല്ല് സംഭരിച്ചു തുടങ്ങി. 4 മില്ലുകളുമായി ധാരണയിലെത്തിയതോടെയാണ് നടപടി. മില്ലുടമകൾ നിസ്സഹകരിച്ചതോടെ വലിയ പ്രതിസന്ധിയിലായിരുന്നു കർഷകർ. നെല്ല് സംഭരണം അനന്തമായി വൈകിയതോടെ ജില്ലയിൽ ആയിരക്കണക്കിന് കർഷകർ ദുരിതത്തിലായിരുന്നു. നിവർത്തിയില്ലാതെ നിരന്തരം തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഒടുക്കം മില്ലുടമകളുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായതോടെ നെല്ല് സംഭരിച്ചു തുടങ്ങി. താൽക്കാലിക ആശ്വാസമെന്നും സംഭരണ തുകയ്ക്ക് കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്നും കർഷകർ. സന്തോഷം പറഞ്ഞ നമ്മളിപ്പോൾ ഒരു സമാധാനമാണ്. ഇത് ഒക്ടോബർ 1 നമ്മൾ കൊയ്തത്. അന്ന് നെല്ല് കയറ്റാ പറഞ്ഞ് നമ്മൾ പേപ്പറെല്ലാം റെഡിയാക്കി വെച്ചു. ഇന്ന് വരെ എൻ്റെ വീട്ടിൽ നെല്ല് കയറ്റിയിട്ടില്ല. അതൊരു ചെറിയ ആശ്വാസം തന്നെ. എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആശ്വാസം പറഞ്ഞിട്ട് കാര്യമില്ല. കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് നിലവിലെ സംഭരണം. ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭരണം പൂർത്തിയാക്കാനാകുമെന്നും തിങ്കളാഴ്ചയോടെ തുക വിതരണം ചെയ്യാനാകുമെന്നുമാണ് സപ്ലൈകോ പറയുന്നത്. അതിനിടെ കർഷകരോട് സർക്കാർ കാണിക്കുന്നത് ക്രൂരതയെന്നാരോപിച്ച് VK ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിൽ കർഷക കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് സപ്ലൈകോ ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ ഇപ്പോഴും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ലഭിക്കാത്ത കർഷകരും ജില്ലയുടെ മറ്റു പല ഭാഗങ്ങളിലുമുണ്ട്. ഈ മേഖലകളിലും സംഭരണം ഉടൻ തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണിവർ. 24 പാലക്കാട്. ഓപ്പറേഷൻ സുരക്ഷിത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് RPF എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. വർക്കല സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ട്രെയിനിൽ സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് ഒരു സുരക്ഷിതത്വം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഓപ്പറേഷൻ രക്ഷിതയുമായി ഇപ്പോൾ കേരള പോലീസോടൊപ്പം തന്നെ RPF ഒക്കെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇതിനോടകം തന്നെ ഈ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. രക്ഷിതയുടെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മദ്യലഹരിയിലുള്ള യാത്രക്കാർ, അതോടൊപ്പം തന്നെ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള യാത്രക്കാർ, ഇവരെയൊക്കെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതാണ്ട് 2 ആഴ്ചക്കാലത്തോളം ഈ ഡ്രൈവ് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ, ഇതിന്മേൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുക. അപ്പോൾ കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം എന്നീ 4 മേഖലകളായി തിരിച്ച് 4 റെയിൽവേ DSPമാരുടെ നേതൃത്വത്തിലായിരിക്കും ഈ പരിശോധനകൾ നടക്കുക. ഇതൊരു 2 ആഴ്ച തുടർച്ചയായി തുടരുകയും അതിനുശേഷം ഇത് തുടരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ വർക്കല സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സഞ്ചരിക്കുന്ന ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പെട്രോളിങ്ങും സ്ത്രീകൾ കൂടുതലായുള്ള കമ്പാർട്ട്മെന്റുകളിൽ ഒരു അധിക സുരക്ഷ എന്നുള്ള തരത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത്. കൂടുതൽ ഈ യാത്രക്കാരുടെ സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര അത് ഉറപ്പുവരുത്തുക, ആർക്കൊരു സുരക്ഷിത ബോധം അവരിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഡ്രൈവിന്റെ ലക്ഷ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.